ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാജി. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോന്റെ അവസാനം വരെ കാണണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസ് ഒക്കെ എടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് ഒന്നും എടുക്കാനൊന്നുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നല്ല ഇപ്പൊ നമ്മളുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറേ നമ്മളൊന്നും മനസ്സിലും ഒന്നൊക്കെ ഒരു മനസ്സിൽ വിചാരിക്കാത്തയും ഒക്കെ കുറേ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആൾക്കാരുടെ കയ്യിൽ നിന്നും ഒക്കെ നമുക്ക് കുറേ പ്രശ്നങ്ങളും കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒരു വീഡിയോസ് ആയിട്ട് നിങ്ങളോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടും. അപ്പം ഞാനിവിടെ ഈ ഷോപ്പ് ഇട്ടിരിക്കണത് തൃത്താല വെള്ളിയങ്കല്ല് അടുത്ത് മംഗലം എന്ന് പറഞ്ഞ ചെറിയൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ ഇട്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഞാൻ ഈ ഷോപ്പൊക്കെ ഇട്ടിരിക്കുന്നത്. ഞാൻ വീട്ടിലത്തെ കാര്യങ്ങളും ഷോപ്പിലത്തെ കാര്യങ്ങളും ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റണ ഒരു രീതിയിലാണ് ഞാൻ ഈ ഷോപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാന് എന്താണ് പറയാ, എനിക്ക് എന്നെ കൊണ്ട് പറ്റണ പോലെ നമുക്ക് അൺസ്റ്റിച്ചഡ് തുണികളും റെഡിമെയ്ഡ് തുണികളും പിന്നെ കുറച്ച് മാക്സി സാധനങ്ങൾ ലേഡീസിന് വേണ്ട എല്ലാ ഐറ്റംസും, ലേഡീസിന് വേണ്ടത്, കുട്ടികൾക്കല്ല, ലേഡീസിന് വേണ്ട എല്ലാ ഐറ്റംസും ഞാൻ നമ്മുടെ ഷോപ്പിൽ ഈ മെറ്റീരിയൽസിന്റെയും ഈ റെഡിമെയ്ഡിന്റെ ഒപ്പം തന്നെ ഞാൻ ഇറക്കിട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താന്ന് പറയാ, ഒരു സാധനം ചോദിച്ചു വരുമ്പോ പിന്നെ അവർക്ക് അടുത്തൊരു സാധനം വേറൊരു കടയിൽ കയറി പോവണ്ട, ഇവിടുന്ന് തിരിച്ചു പോവണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ നൈറ്റി ആണെങ്കിലും പാവാട ആണെങ്കിലും ഒക്കെ ഞാൻ ഇറക്കിയിട്ടുള്ളത്. അപ്പം വലിയ കുഴപ്പമില്ലാതെ നമ്മൾ ഷോപ്പൊക്കെ ഓപ്പൺ ആക്കി കുഴപ്പമില്ലാതെ കച്ചവടം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ പിന്നെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ദിവസം കട അടച്ചിട്ടും പിന്നെ ഇടയ്ക്ക് തുറക്കും, അങ്ങനെയൊക്കെ വല്ലപ്പോൾ ഇടയിൽ നമ്മൾ കട അടക്കും കട തുറക്കും, അങ്ങനെയൊക്കെ വല്ലപ്പോഴും തുറക്കണമെങ്കിൽ തുറക്കുക അല്ലെങ്കിൽ വേണ്ട, അങ്ങനെയൊക്കെയുള്ള ഒരു മാനസികാവസ്ഥയില് നമുക്ക് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ കടയിലേക്ക് കയറാനോ കട തുറക്കാനോ ഒന്നിനും ഒരു മൂഡും ഇല്ല, ഒന്നുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ ഇതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ ഇതൊന്നും പറയണം എന്ന് വിചാരിച്ചിരിക്കണ കാര്യമല്ല. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് പറയേണ്ട ഒരു സാഹചര്യം വന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കാര്യങ്ങൾ പറയണത്. വീഡിയോ ഞാൻ ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ബാക്കിയുള്ളതും കൂടി ഞാൻ ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിപ്പോ ഷോപ്പൊക്കെ ഓപ്പൺ ആക്കി 1 മാസം 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു. പക്ഷെ നമുക്ക് കസ്റ്റമറൊക്കെ ഇങ്ങനെ അത്യാവശ്യം കസ്റ്റമറൊക്കെ ഇങ്ങോട്ട് വരാ, നമ്മുടെ വീട്ടിൽ വിളിക്കും, ഞങ്ങൾ എത്തി ഇവിടെ പഠിക്ക വരെ എത്തി പറയും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഇങ്ങോട്ട് വരൂല, അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ തുറക്കണോ അടക്കണോ എന്താ വേണ്ട എന്നൊക്കെ ഉള്ള, പിന്നെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ഈ ഷോപ്പ് ഇട്ടിരിക്കണത് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടാണ്. എന്താ വെച്ചിട്ടാ, ഓൺലൈനായിട്ട് എനിക്ക് ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കുറച്ചെങ്കിൽ കുറച്ച് നമുക്ക് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ നമുക്ക് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യണത് ഓൺലൈനായിട്ട് ചെയ്യാന്നുള്ളതായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നേ വീഡിയോസ് എടുത്ത അത്ര പോലും എനിക്ക് ഈ ഒരു ഷോപ്പ് തുറന്ന ശേഷം എനിക്കൊരു വീഡിയോസ് എടുക്കാൻ പറ്റണില്ല, ഒരു റീൽസ് എടുക്കാൻ പറ്റണില്ല, ഒരു വീഡിയോസ് എടുക്കാൻ പറ്റണില്ല. അപ്പൊ ഇക്കാടെയൊക്കെ എന്നൊക്കെ എപ്പോഴും ഞാൻ പറഞ്ഞത് ഓൺലൈനായിട്ട് ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ. അപ്പൊ ഏതൊരാളും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്ഥാപനം തുടങ്ങുന്നത് നമ്മുടെ കയ്യിലുള്ളതെല്ലാം വിറ്റ് പെറുക്കി കംപ്ലീറ്റ് ഇതാക്കി നമ്മൾ ഇതിൽ നിന്നൊരു വരുമാനം അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണല്ലോ നമ്മളിപ്പോ ഈ വീഡിയോസ് ആണെങ്കിലും ഞാൻ ഇത് ഇതൊക്കെ വീഡിയോസും കൊണ്ട് എനിക്ക് പറ്റും, ഓൺലൈനായിട്ട് എനിക്ക് പറ്റും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇക്കാനോടും പറഞ്ഞു, ഞാൻ എന്ന് പറഞ്ഞു. പക്ഷെ ഒരിക്കൽ പോലും എനിക്ക് ഒരു വീഡിയോസ് എടുക്കാനോ അല്ലെങ്കിൽ എന്താണ് പറയാ